إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി ജീവിക്കണമേ എന്ന് സ്വയം ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മളൊരു ചെറിയ പ്രാർത്ഥന പഠിച്ചുകൊണ്ട് തുടങ്ങാം. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥന. ഇത് രാവിലെയും വൈകുന്നേരവുമുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. അദ്കാറു സ്വബാഹ് വൽ മസാ, രാവിലെയും വൈകുന്നേരവും ഒരു വിശ്വാസിക്ക് അള്ളാഹുവിൻ്റെ കാവൽ നൽകുന്ന പ്രാർത്ഥനകൾ. ഈ പ്രാർത്ഥനകൾക്ക് ഹിസ്നുൽ മുസ്ലിം എന്ന് വരെ പറയാറുണ്ട്. ഒരു മുസ്ലിമിൻ്റെ സംരക്ഷണ കവചം എന്ന് പറയുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശ്ശഹാദ, അല്ലാഹുവേ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനെ. അപ്പോൾ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായ അല്ലാഹുവേ, ഫാത്തിറസ് സമാവാതി വൽ അർള്, ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനായ ഫാത്തിറസ് സമാവാതി വൽ അർള്, റബ്ബ കുല്ലി ഷൈഇൻ വ മലീകഹു, റബ്ബ കുല്ലി ഷൈഇൻ വ മലീകഹു. വേനുണ്ടെങ്കിൽ എടുത്തുകൊണ്ടൊന്ന് ഹർക്കത്തിട്ടാൽ വളരെ നന്നാവും. റബ്ബ കുല്ലി ഷൈഇൻ വ മലീകഹു, എല്ലാറ്റിൻ്റെയും റബ്ബും ഉടമസ്ഥനുമായവൻ. മലിക്ക് മലീക്ക് രണ്ടും ഒന്ന് തന്നെ. വ മലീകഹു, അറബി ഭാഷയിൽ ചിലത് അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ജിബ്രീൽ, ജബ്രായിൽ, മീക്കായിൽ, മീക്കാല്, അതൊക്കെ അറബിയിൽ ഖുർആനിൽ വന്നതല്ലേ. വ ജിബ്രീല വ മീക്കാല ഖുർആനിൽ വന്നതാണ്. അപ്പം അങ്ങനെ ഒരു പ്രയോഗം ഉള്ളതാണ് അർത്ഥം. അതേപോലെ തന്നെയാണ് മലിക്ക് മലീക്ക്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ശർരി നഫ്സി, നീയല്ലാതെ മറ്റൊരു ഇലാഹുമില്ലെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. അഊദു ബിക മിൻ ശർരി നഫ്സി, എൻ്റെ നഫ്സിൻ്റെ ഷർറിൽ നിന്ന്. വിശദീകരണം ക്ലാസ്സിൽ വരും. എൻ്റെ നഫ്സിൻ്റെ ഷർറിൽ നിന്ന്. അപ്പോൾ നമ്മുടെ നഫ്സടക്കം നമുക്ക് അനുകൂലമല്ല, പ്രതികൂലമാണ് എന്നാണ്. അതിൽ നിന്നടക്കം നമുക്ക് ഷർറ് ഉണ്ടാകും. അതുകൊണ്ട് ആ ഷർറിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. പിന്നെ വമിൻ ശർരി ശൈത്വാനി, പിശാചിൻ്റെ ഷർറിൽ നിന്നും. അപ്പോൾ ഷർറ് നഫ്സിൽ നിന്നുണ്ടാകും. ആരിൽ നിന്നുണ്ടാകും? പിശാചിൽ നിന്നുണ്ടാകും. വമിൻ ശർരി ശൈത്വാനി, നമുക്ക് തോന്നും ഈ പിശാചിനെ പിടിച്ചുകൊണ്ടൊന്നാണ്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഒരു പ്രശ്നമില്ലാതാണ്ട് പോകുന്നതല്ല. നമുക്ക് വേറെയും ഇവിടെ ശത്രുക്കളുണ്ട്. നമ്മുടെ നഫ്സ് തന്നെ നമുക്ക് പലപ്പോഴും ശത്രുവാകും. പിന്നുള്ളത് വഷിർക്കിഹി എന്നും വഷറക്കിഹി എന്നും രണ്ട് രൂപത്തിലും വായിക്കുക. രണ്ട് രൂപത്തിലാകുമ്പോൾ രണ്ട് ആശയങ്ങളാണ്. രണ്ടും പരിഗണനീയവുമാണ്. നമുക്ക് രണ്ടും ഉദ്ദേശിക്കാം. ഒന്ന് വഷിർക്കിഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ പങ്കാളികളിൽ നിന്ന്. വഷറക്കിഹി എന്ന് പറഞ്ഞാലും
അവൻ്റെ പങ്കാളികളിൽ നിന്നും എന്നുമുണ്ട് അവൻ്റെ വലകളിൽ നിന്നും എന്നർത്ഥമുണ്ട്. അപ്പോൾ പിശാച് വിരിക്കുന്ന വലകളിൽ നിന്നും പിശാചിൽ നിന്നും എന്ന അർത്ഥവും കിട്ടും. പിശാചിൽ നിന്നും അവൻ്റെ കൂട്ടാളികളിൽ നിന്നും എന്ന അർത്ഥവും അതിന് കിട്ടും. അപ്പോൾ ഒമിൻ ശർരി ശൈത്താനി വശിർക്കിഹി എന്നും വായിക്കാം, വശറക്കിഹി എന്നും രണ്ട് രൂപത്തിലും നമുക്ക് പറയുന്നതിന് വിരോധമില്ല എന്നർത്ഥം. അപ്പോൾ ശരിക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുന്നിൽ വലിയ ഒരു ശത്രുവായി ആരുണ്ട്? പിശാചുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് നന്മകളും തിന്മകളുമൊക്കെ ബോധനം നൽകിക്കൊണ്ടാണ് ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. നന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തിന്മയാണ് ചെയ്യുന്നത് എങ്കിൽ പലപ്പോഴും അതിൻ്റെ ദോഷഫലങ്ങൾ ദുനിയാവിലും നാളെ പരലോകത്ത് എന്തായാലും അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മനുഷ്യൻ്റെ ഈ ജീവിതയാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും അവൻ പ്രതിഫലം നൽകും, അതിൻ്റെ ഗുണങ്ങൾ അനുഭവിപ്പിക്കും എന്ന് പറയുമ്പോൾ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ, ഒരു നല്ല ബുദ്ധിമാനാണെങ്കിൽ തീർച്ചയായും അത് സ്വീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോവുക. പക്ഷേ അവന് അള്ളാഹുവിൻ്റെ ഈ കൽപ്പനകൾ ജീവിതത്തിൽ പുലർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് മുന്നിൽ ചില തടസ്സങ്ങളുണ്ട്. അവനവൻ്റെ ബുദ്ധി തേടുന്നതാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുക എന്നത്. കാരണം അള്ളാഹ് എന്ത് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നന്മയേ ഉള്ളൂ, എന്ത് വിരോധിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നമുക്ക് തിന്മയല്ലാതെ ഒരു നന്മ കണ്ടെത്താൻ കഴിയില്ല. എന്തെങ്കിലും ഒരു നന്മ അതിൽ മണത്താൽ തന്നെ അതിനപ്പുറത്ത് ഒരുപാട് തിന്മകൾ കാണുകയും ചെയ്യും. കള്ള് വിരോധിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ ഖുൽ ഫീഹിമ, കള്ള് വിരോധിച്ച സമയത്ത് അല്ലാഹു പറഞ്ഞ് പ്രധാനപ്പെട്ട നല്ല നമ്മൾ എന്നും ആലോചിക്കേണ്ട ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എന്ത്? ഫീഹിമ മനാഫിഉ ലിന്നാസ്, ഇസ്മുൻ കബീറും പറഞ്ഞു, വ മനാഫിഉ ലിന്നാസ് എന്നാണ്. ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളുണ്ട്, എന്നാൽ വലിയ പാപമുണ്ട്, വലിയ കുറ്റങ്ങൾ, വലിയ പ്രശ്നങ്ങൾ അതിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നന്മ നമ്മൾ കാണുമ്പോൾ തന്നെ അതിനപ്പുറത്ത് ഒരുപാട് തിന്മകൾ. അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധി തന്നെ തേടുന്ന, ഒരു നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ എന്താണ് ആഗ്രഹിക്കുക? അള്ളാൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പുലർത്തി ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അതിനുവേണ്ടി അവൻ തുനിയുമ്പോൾ, അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ്റെ മുന്നിൽ ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളിൽ ഒന്നാമത്തെ തടസ്സമാണ് മനുഷ്യാരംഭം മുതൽ തുടങ്ങി വെച്ച, അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച അന്ന് മുതൽ തുടങ്ങിയ പിശാചിൻ്റെ ശത്രുത. അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മനുഷ്യാരംഭം മുതൽ തുടങ്ങിയതാണ് മനുഷ്യനും പിശാചുമായിട്ടുള്ള പോരാട്ടം. അള്ളാഹു മനുഷ്യനെ നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സത്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാച് എപ്പോഴും മനുഷ്യനെ ഏതിലേക്ക് ക്ഷണിക്കുള്ളൂ? തിന്മയിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുള്ളൂ. അത് വിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹു ഖുർആനിലൂടെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആൻ പറയുന്നത് അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ. പിശാച് എപ്പോഴും നിങ്ങളോട് എന്തേ പറയുള്ളൂ? യഅ്മുറുകും ബിൽ ഫഹ്ശാ. നിങ്ങളോട് എപ്പോഴും മ്ലേച്ഛത ചെയ്യാനേ അവൻ കൽപ്പിക്കുകയുള്ളൂ, അവന് ഉപദേശിക്കുകയുള്ളൂ, അവന് അതിനു വേണ്ടി ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹു ആണെങ്കിലോ വല്ലാഹു യഇദുകും മഗ്ഫിറ. ഇനി അഥവാ അവൻ്റെതിൽപ്പെട്ട് വല്ല പ്രശ്നവും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ
റബ്ബ് നിങ്ങൾക്ക് വാഗ്ദത്തം നൽകുന്നത് നിങ്ങൾക്കത് പുറത്തു തരാൻ ഞാൻ സന്നദ്ധനാണ്, നിങ്ങൾ തിരിച്ചു മടങ്ങൂ എന്നാണ്. അല്ലേ? മറ്റൊരു സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്നി ഖലഖ്തു ഇബാദി കുല്ലഹും ഹുനഫാ, എൻ്റെ അടിമകളെ മുഴുവൻ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് ഋജുമാനസരായിക്കൊണ്ടാണ്, നേരെ ചൊവ്വ ചിന്തിക്കുന്ന രൂപത്തിൽ. അതാണ് അള്ളാഹ് വെച്ച ഫിത്രത്ത് എന്ന് പറയുന്നത്. അള്ളാഹു മനുഷ്യനെ പടച്ച സൃഷ്ടിപ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യൻ നേരെ ചൊവ്വ ചിന്തിക്കുന്ന അവസ്ഥയിലാണ് മനുഷ്യനെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ളതെന്നാണ്. അതിൽ നിന്ന് മനുഷ്യനെ പിശാച് ഇറക്കിക്കൊണ്ടുവരികയാണ്. വ ഇന്നഹും അതത്തുഹുമുശ് ശയാത്തീൻ, ആ നേരെ ചൊവ്വ ചിന്തിക്കുന്ന നല്ല ചിന്തയുള്ള മനുഷ്യൻ്റെ അടുക്കലേക്ക് പിശാചുക്കൾ കടന്നു വന്നു. ഫജ്താലത്തുഹും അൻ ദീനിഹിം, അവരുടെ ദീനിൽ നിന്നും അവരെ വലിച്ചിറക്കി താഴോട്ട് കൊണ്ടുവന്നു. വഹറമത്ത് അലൈഹിം മാ അഹ്ലൽതു ലഹും, ഞാൻ അവർക്ക് അനുവദിച്ചു കൊടുത്ത പലതും പിശാച് അവർക്ക് ഹറാമാക്കി. പോരാ, ഞാൻ അവർക്ക് ഹറാമാക്കിയ പലതും അവർക്ക് പിശാച് ഹലാലാക്കി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് മാത്രമല്ല, വ അമറത്തുഹും, മനുഷ്യനോട് പിശാച് കൽപ്പിച്ച ഒരു കൽപ്പനയാണ് അയ്യുശ്രികൂ ബി, എന്നിൽ പങ്കു ചേർക്കണമെന്ന്. ഇതൊരു ഖുദ്സിയായ ഹദീസിൽ അള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസുകൾക്കാണ് എന്ത് പറയുക? ഖുദ്സിയായ ഹദീസുകൾ എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു ഖുദ്സിയായ ഹദീസിൽ വന്ന, സഹീഹായ ഒരു ഹദീസിൽ വന്ന വാചകമാണിത്. അല്ലാഹു നേരെ ചൊവ്വെ ചിന്തിക്കുന്ന രൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ്റെ അടുക്കലേക്ക് അവൻ്റെ ഏറ്റവും കടുത്ത ശത്രുവായ പിശാച് വന്ന് അവൻ്റെ ദീനിൽ നിന്ന് അവനെ താഴോട്ടിറക്കി കൊണ്ടുവരികയും അവന് ഹറാമുകൾ ഹലാലാക്കി കൊടുക്കുകയും ഹലാലുകൾ ഹറാമാക്കി കൊടുക്കുകയും അള്ളാഹു ഏറ്റവും കടുത്ത നിഷിദ്ധമാക്കി നിശ്ചയിച്ച ഏറ്റവും വലിയ കുറ്റകരമാക്കി പഠിപ്പിച്ചു തന്ന അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന ഏറ്റവും വലിയ കുറ്റം അവനെ കൊണ്ട് വളരെ ഭംഗിയാക്കി തോന്നിപ്പിച്ച് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന, ഇത് ഭയങ്കര ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ എല്ലാ രംഗങ്ങളിലും മനുഷ്യനെ പിശാച് ഇങ്ങോട്ട് താഴോട്ട് ഇറക്കി കൊണ്ടുവന്നു. ഇനി ആ പിശാചിനെ കരുതിയിരുന്നാൽ മതിയോ? നമ്മൾ പോരാ. നേരത്തെ ഇപ്പോൾ നമ്മൾ ഹദീസ് വായിച്ചപ്പോൾ തന്നെ കണ്ടു അല്ലേ, പ്രാർത്ഥന വായിച്ചപ്പോൾ തന്നെ കണ്ടു, പിശാചിനെ മാത്രം നമ്മൾ കരുതിയിരുന്നാൽ പോരാ. വേറെയും 3 ഘടകങ്ങളുണ്ട് നമ്മെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന. വേറെയും 3 ഘടകങ്ങൾ. ഒന്ന് ഹദീസിൽ തന്നെ പറഞ്ഞില്ലേ, നമ്മളെ പ്രാർത്ഥനയിൽ തന്നെ പറഞ്ഞില്ലേ, എന്താണ്? 1 നഫ്സ്, 2 ദുനിയാവ്, 3 ദേഹേച്ഛകൾ, മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ. ഈ 3 ഘടകങ്ങളും പിശാചിൻ്റെ കൂടെ അവൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കും എന്നാണ്. അതുകൊണ്ട് അവർ കവി ഇബ്ലീസു വദ്ദുന്യാ വനഫ്സി വൽ ഹവാ കൈഫൽ ഖലാസു വകുല്ലുഹും മഅദാഇ, ഇബ്ലീസ് ഉണ്ട്, ദുനിയാവുണ്ട്, എൻ്റെ തന്നെ നഫ്സുണ്ട്, എൻ്റെ ഇച്ഛകളുണ്ട്, ഇവരൊക്കെ കൈഫൽ ഖലാസു, എങ്ങനെയാണ് ഈ 4 ആളുകളിൽ നിന്നും രക്ഷപ്പെടുക? വകുല്ലുഹും മഅദാഇ, ഈ 4 പേരും എൻ്റെ ശത്രുക്കളാണല്ലോ. ഈ 4 പേരും നമ്മുടെ ശത്രുവായിട്ട് നിലനിൽക്കുകയാണ്. ഇങ്ങനെ ഈ ശത്രുക്കൾ മുഴുവൻ ഒരിക്കലും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ തിന്മകൾക്ക് വേണ്ടി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന, തിന്മകളിലേക്ക് ഇങ്ങനെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന, അങ്ങനെയുള്ള പ്രയാസത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ജീവിക്കാൻ നിർബന്ധിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. അതാണ് മനുഷ്യൻ്റെ പരീക്ഷണം എന്ന് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് നമ്മളൊക്കെ ഓതുന്നതല്ലേ. എന്താണ് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല? കുറേ സൽക്കർമ്മങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു തന്ന്, കുറേ തിന്മകൾ ഇങ്ങനെ വേറെ ഒരു ഭാഗത്ത് പഠിപ്പിച്ചു തന്ന്, ഇതിൽ നല്ലതെടുത്താൽ നിങ്ങൾക്ക് ഗുണമുണ്ട്, ഇതിൽ മോശപ്പെട്ടതെടുത്താൽ നിങ്ങൾക്ക് നാശമുണ്ട് എന്ന് പറയൽ മാത്രമല്ല, ഏത് മനുഷ്യനാണെങ്കിലും ബുദ്ധിയുള്ള ആരാണെങ്കിലും ഏതെടുക്കുള്ളൂ? അതിൽ നല്ലതേ എടുക്കുള്ളൂ. പക്ഷേ
ഈ നല്ലതെടുക്കുന്നതിന് ഈ പറയുന്ന 4 തടസ്സങ്ങൾ ഇവിടെ ഉണ്ട്. അവിടെയാണ് പ്രശ്നം. അതാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നത്. നമ്മൾ നോക്കുക, ഈ തിന്മകളുടെ ഈ തിന്മകളുടെ നടുവിൽ ഇങ്ങനെ ഇവർ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന തിന്മകളുടെ നടുവിൽ ജീവിക്കാൻ നിർബന്ധിക്കപ്പെട്ട ഒരവസ്ഥ. അവിടെ നിന്ന് അധ്വാനിച്ച് പ്രവർത്തിച്ച് പൊരുതി പടവെട്ടിയിട്ട് വേണം ആർക്ക്? മനുഷ്യന് മുന്നോട്ട് പോകാൻ, അവൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ. ഈ തിന്മകളുടെ വ്യാപ്തി അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. ആലോചിച്ച് നോക്കുക, നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ നമ്മളിപ്പോൾ കാണുന്ന ഒരുപാട് ദോഷങ്ങളും തിന്മകളും നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന പലതും നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല, ഇല്ലേ? ഇന്നത്തെ ഈ ഒരു തലമുറ വേണ്ട, കോവിഡിന് ശേഷം നമ്മൾ കാണുന്നതും ഇത് മറക്കാൻ സമയമായിട്ടില്ലല്ലോ, മറക്കാൻ നമുക്ക് സമയമായിട്ടില്ല. നമ്മളിതൊക്കെ അനുഭവിച്ച ഒരു ടീമാണ്. നമ്മുടെ മക്കൾ ഒരു പക്ഷേ ഇത് അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഇതിൻ്റെ വ്യാപ്തി ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. ഓരോന്നും വരുന്ന സമയത്ത് കുറച്ച് ഈമാനുള്ളവനാണെന്നുണ്ടെങ്കിൽ ഈ ഹാദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഓരോന്ന് വരുമ്പോഴും മുഅ്മിൻ പറയും ഹാദിഹി മുഹ്ലികതി, ഇതാണ് എൻ്റെ നാശം. പക്ഷേ ആ തിരിച്ചറിഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യും? നമുക്കതിൽ നിന്ന് കരകയറാനുള്ള ചില വകുപ്പുകളുണ്ടാകും, അല്ലേ? വേണ്ട, നമ്മളെ ഒരു ഇതന്നെ എടുത്ത് നോക്കുക. ഒരു 10-40 കൊല്ലം മുമ്പുള്ള ഒരു ഇതൊക്കെ 10-40 കൊല്ലം മുമ്പുള്ള ഒരു ഇതിൻ്റെയൊക്കെ ഒരു പ്രായത്തിൻ്റെ ഇതിൽ നമുക്കൊരു ബോധമൊക്കെ വരുന്ന ഒരു പ്രായം വെച്ച് നോക്കുമ്പോൾ അന്ന് ഒരു സിനിമ കാണണം എന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര പണിയെടുക്കേണ്ടിയിരുന്നു, അല്ലേ? ആരൊക്കെ കണ്ണുവെട്ടിക്കണം, എന്നിട്ടോ പൈസ വേണം, അവിടെ പോകണം, അല്ലേ? അങ്ങനെ എത്ര ബുദ്ധിമുട്ടിയിട്ടായിരുന്നു ഒരു സിനിമ കാണാൻ വേണ്ടി പോയിരുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് ആ പെട്ടി കൊണ്ട് കയറി വന്നു. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ കണ്ണിൽ ഒരു TV എന്ന് പറയുന്ന സാധനം വളരെ നിസ്സാരമായ, അല്ലേ, നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ എടുത്ത് ഒഴിവാക്കാൻ തുടങ്ങിയൊരു സാധനമാണ്, അല്ലേ? പക്ഷെ അത് വന്നപ്പോൾ ഉണ്ടായൊരു മാറ്റം നോക്കി നിങ്ങൾ. അവിടെ കുറേ അധ്വാനിച്ച് പ്രയാസപ്പെട്ട് പോയി ചെയ്യേണ്ടിയിരുന്നത് ഒരു പ്രയാസവുമില്ലാതെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കണ്ടെത്തി. മനുഷ്യ ജീവിതത്തിന് അള്ളാഹു വെച്ച ഒരുപാട് മറകളുണ്ടായിരുന്നു, ഇല്ലേ? റബ്ബ് വെച്ച കുറേ മറകളുണ്ടായിരുന്നു. ആ മറകളൊക്കെ ഏതാണ്ട് പൊളിഞ്ഞു, ഇല്ലേ? വേണ്ട, അവിടെ നിന്ന് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഘട്ടം വന്നില്ലേ? നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകളും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു. പക്ഷേ അപ്പോഴും നമുക്ക് കുറേ നിയന്ത്രണം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മല്ലേ? 1 GB ഒരു മാസത്തിന് കയറ്റിയിരുന്ന ആൾക്കാരല്ല നമ്മളൊക്കെ, അല്ലേ? നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. 1 GB ഒരു മാസത്തിന് നമ്മൾ കയറ്റിയിരുന്നു. ഓർമ്മല്ലേ നിങ്ങൾക്ക്? ആ 2G ആയിരുന്ന സമയത്ത് 1 GB കയറ്റിയിട്ട് അതുകൊണ്ടൊരു മാസം കൊണ്ടിടന്നിരുന്നിടത്ത് നമുക്കിന്നിപ്പോൾ ഒരു ദിവസം 2 GB തികയണില്ലല്ലോ. എന്നിട്ട് വീണ്ടും അഡീഷണൽ കൊടുക്കല്ലേ? ഇത് കണ്ട് വന്നതോടുകൂടി തന്നെ നമ്മുടെ മുഴുവൻ നിയന്ത്രണവും വിട്ടു, അല്ലേ? എല്ലാവർക്കും ആർക്കും 8ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും അവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മളൊക്കെ കോളേജിലൊക്കെ എത്തിയിട്ട് അറിഞ്ഞതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ ഈ ചെറിയ കുട്ടികളൊക്കെ അറിയുന്നുണ്ട്, അല്ലേ? എല്ലാ മറകളും പൊളിഞ്ഞു, എല്ലാ കുറ്റങ്ങളും എല്ലാ തിന്മകളും നമ്മുടെ ഉള്ളിലേക്ക് ഒരു പ്രയാസവുമില്ലാതെ കടന്നു വന്നു, അല്ലേ? അപ്പോഴും നമ്മൾ പറഞ്ഞു ഇതന്നെയാണ് നാശം എന്ന്. നമ്മൾ എത്ര പറഞ്ഞിട്ടുണ്ട് ഇതന്നെയാണ് നാശം എന്ന്. ആ നാശം അവിടെ നിന്ന് ഇങ്ങനെ പോരുകയാണ്. ഓരോ അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓരോന്ന് വരുമ്പോഴും ഹാദിഹി 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 മുഹ്ലികത്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനിടയിൽ നമുക്ക് പറ്റിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? തിന്മകളോടുള്ള നമ്മുടെ സമീപനം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇന്നൊരു സിനിമ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു ഇതാക്കുമോ? ഇല്ല. നമ്മളൊരു വിവാഹം അന്വേഷിക്കുന്ന സമയത്ത് ഒരു ചെക്കനെ പറ്റിയിട്ട് കുറച്ചൊരു ഇതുണ്ട് എന്ന് പറഞ്ഞാൽ
അല്ലേ? ഇടയ്ക്കൊരു ഒരു കമ്പനിയോടിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇപ്പം ഇല്ലാത്തവരാരുണ്ടാകുക എന്നിടത്തേക്ക് എത്തി അല്ലേ? ഒരു പെൺകുട്ടിനെ പറ്റി അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബന്ധമുണ്ട്, ഉണ്ടായിരുന്നു, അങ്ങനൊന്നും പറഞ്ഞു കേട്ടിരുന്നു, കോളേജിൽ അങ്ങനൊന്നും ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം ഈ കാലത്ത് ഇല്ലാത്തവരാരുണ്ടാകുക എന്നിടത്തേക്ക് നമ്മൾ എത്തി. ഇപ്പം കുറ്റകൃത്യങ്ങളോട് അത് അന്ന് കുറ്റമായിരുന്നെങ്കിൽ ഇന്നും കുറ്റമല്ലേ? ആണ്. എന്തേ അന്നത്തെ കുറ്റം ഇന്ന് കുറ്റമല്ലാതായി മാറിയത്? അല്ലെങ്കിൽ അന്നത്തെ ആ കുറ്റത്തിൻ്റെ ഗൗരവം എന്തുകൊണ്ട് ഇന്ന് കുറഞ്ഞു വന്നു? അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പറയുന്നത്, നബി മരിച്ച് കുറച്ചാണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. താബീങ്ങൾ അല്ലേ, സ്വഹാബികാരാണ് ഏറ്റവും കൂടുതലുള്ളത്, താബീങ്ങൾ കുറവാണ്. ആ സമയത്ത് അവർക്കിടയിലുണ്ടായ ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്. അദ്ദേഹം പറയാം, ഇന്നക്കും ലതഅമലൂന അഅമാലൻ ഹിയ അദഖു ഫീ അഅ്യുനികും മിനശ്ശഅർ. നിങ്ങൾ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ കണ്ണിൽ മുടിയിഴയെ പോലെയേ ഉള്ളൂ. അത്രയും നിസ്സാരം, അത്ര നിസ്സാരമായി കണ്ടത്. കുന്നാ നഉദ്ദുഹാ അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മൂബിഖാത്ത്. ഞങ്ങളത് റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ കണ്ടിരുന്നത് എന്തായിട്ടാണ്? മൂബിഖാത്തിൽപ്പെട്ടതാണ്. എന്താ മൂബിഖാത്ത്? സബുൽ മൂബിഖാത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. 7 വൻ പാപങ്ങൾ, 1 ഷിർക്ക്, 2 സിഹർ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ വൻ പാപങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പ്രവർത്തനങ്ങൾ ആയി ഞങ്ങൾ കണ്ടിരുന്നത്. നിങ്ങളിപ്പോൾ നബി മരിച്ച് 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ, 4 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോഴേക്ക് നിങ്ങളൊക്കെ കണ്ണിൽ എന്തായി? ചെറിയ ഒരു മുടിയിഴയെ പോലെയായി മാറിയല്ലോ എന്ന് അദ്ദേഹം പരിതപിക്കുന്നുണ്ട്. ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെന്തുകൊണ്ടാണ്? ഈമാൻ കുറയുമ്പോൾ, ഈമാൻ കുറയുന്നതിനനുസരിച്ചാണ് കുറ്റകൃത്യങ്ങളുടെ ഗൗരവം നമ്മുടെ മനസ്സിൽ കുറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എപ്പോഴും നമ്മൾ ഈമാൻ കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ഈമാൻ കുറയും. നബി പറഞ്ഞത് എന്താ? ഇന്നൽ ഈമാന ലയഖ്ലഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലഖു സൗബു. ഈമാൻ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദ്രവിക്കും എന്നാണ്. ദ്രവിക്കും. എന്നിട്ട് നബി പറഞ്ഞത് കമാ യഖ്ലഖു സൗബു, വസ്ത്രം ദ്രവിക്കുന്നത് പോലെ. നമ്മളൊന്നും ദ്രവിക്കാൻ മാത്രം പോയതാലും ആരും വസ്ത്രം ഇടലില്ല അല്ലേ? വേഗം വേഗം മാറ്റി പോവുമല്ലോ. പക്ഷെ വസ്ത്രം ദ്രവിക്കുമല്ലോ കുറച്ച് കഴിഞ്ഞാൽ. ഇതേപോലെ നിങ്ങളുടെ ഈമാൻ ദ്രവിക്കും. ഫജദ്ദിദു ഈമാനക്കും, നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം എന്നാണ്. ഫജദ്ദിദു ഈമാനക്കും. അതുകൊണ്ടാണ് സ്വഹാബിമാരിൽ ചില ആളുകളൊക്കെ അവരുടെ ശിഷ്യന്മാരോട്, നമ്മൾ ഇവിടെ കുറച്ച് നേരം ഇരിക്കല്ലേ, നമുക്കൊന്ന് ഈമാൻ കൊള്ളാമെന്നാണ്. നമുക്കൊന്ന് ഈമാൻ കൊള്ളാം. എന്തിന്? ഒരു ഖുർആനായത്ത് പഠിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്തിട്ട് നമുക്കൊന്ന് ഈമാൻ കൂട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് സദസ്സുകൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു സ്വഹാബത്ത്. സത്യത്തിൽ നമ്മുടെ ഈ സദസ്സിൻ്റെ ഒക്കെ ഏറ്റവും വലിയ ഒരു പക്ഷേ ഒരു പുതിയ അറിവ് നിങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞു തരാൻ എന്നെക്കൊണ്ടൊന്നും കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടതായിരിക്കും, ഈ പറഞ്ഞതെല്ലാം. പക്ഷെ ഇത് ഒന്ന് ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരേ മനസ്സുള്ള അല്ലെങ്കിൽ ഒരേ രൂപത്തിൽ ജോലി ചെയ്യുന്ന ഒരേ ശ്രേണിയിലുള്ള ആളുകൾ ഒന്ന് കൂടിയിരുന്ന് പരസ്പരം സംസാരിക്കുമ്പോൾ അതിനുള്ള ഏറ്റവും വലിയൊരു മെച്ചം എന്ന് പറയുന്നത് ഇതെല്ലാ മാസവും നിങ്ങൾ നടത്തണം, ഒരു മാസങ്ങൾ ഒഴിവാക്കരുത്. അതിൻ്റെ ഏറ്റവും നല്ല ഗുണം നമ്മുടെ ഈമാനിൻ്റെ പുതുക്കലിൽ ആണ് അത് അവസാനിക്കുന്നത്. ഈമാൻ ഒന്ന് പുതുങ്ങി വരും എന്നാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു തിന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ട. ഇവിടെ ഇല്ലാത്ത ഒരു തിന്മ അതുണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ പോലും പാടില്ല. ഒരു തിന്മ അതിനുള്ളൊരു അവസരം ഉണ്ടായെങ്കിൽ എന്നല്ല, ഉണ്ടായെങ്കിൽ എന്ന്. എത്രത്തോളം ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരു ഫ്രീ ആയിട്ട് ആരെയും നിയന്ത്രിക്കാത്ത, മാതാപിതാക്കൾക്കടക്കം മക്കളിൽ ഒരു നിയന്ത്രണവും പാടില്ലാത്ത ഒരവസ്ഥയിലാണ് അവരുടെ ജീവിതം ഉള്ളത് അല്ലേ? നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ അതുണ്ടാകാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. അതിനുവേണ്ടി നന്നായി എഴുതുകയും അതിനുവേണ്ടി പത്രസമ്മേളനങ്ങൾ നടത്തി യൂട്യൂബിലും അതേപോലെ തന്നെ മറ്റുമൊക്കെ
പ്രോഗ്രാമുകൾ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. എന്തിന്? നമ്മളിപ്പോഴും എവിടെയാണ്? ഒരുപാട് നിയന്ത്രണങ്ങൾക്കും ഒരുപാട് കെട്ടുകൾക്കുമുള്ളിലാണ്. ഈ കെട്ടുകൾ ഇതാവണം. എന്തിനാ ഈ കെട്ടുകൾ പറയുന്നത്? കെട്ടൊക്കെ പൊളിച്ചു പോയോടത്തുള്ളത് പോലുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് വേണം? നമ്മുടെ നാട്ടിലേക്ക് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് നോക്ക്, ഇദാ ഉമിലത്തിൽ ഖതീഅതു ഫിൽ അർള് കാന മൻ ഷഹിദഹാ ഫകരിഹഹാ കമൻ ഗാബ അൻഹാ. ഒരു കുഴപ്പം ഒരു നാട്ടിലുണ്ടായിട്ട്, ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ്, ഒരു തിന്മ ഒരു നാട്ടിലുണ്ടായിട്ട് അത് കണ്ട് വെറുപ്പ് പ്രകടിപ്പിച്ച് അതിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു മനുഷ്യൻ ആരെപ്പോലെയാണെന്നാ? അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാത്തവനെ പോലെയാണെന്നാ. ആ ഒരു കുറ്റകൃത്യമുള്ള ഒരു കാലത്ത് ജീവിക്കാത്തവനെ പോലെ പരിശുദ്ധനായിരിക്കും. എന്നാൽ നാട്ടിൽ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ അവൻ ഏറ്റവും മോശപ്പെട്ടവനാണ്. അതാണ് ഓമൻ ഗാബ അൻഹാ ഫറളിയഹാ കമൻ ഷഹിദഹാ എന്നാണ്. അവൻ അത് പ്രവർത്തിച്ചവനെ പോലെയാണ്. അവനൊന്നും ചെയ്തിട്ടില്ല. അവിടെയാണുള്ളത്, യൂറോപ്പിലാണുള്ളത്. ഇവിടെയും അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതോടുകൂടി അവൻ അക്കൂട്ടത്തിൽ കൂടിയവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, തിന്മകളോട് നമ്മുടെ സമീപനത്തിൽ ഒരു കുറവ് വരുന്നുണ്ടോ എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. കുറ്റങ്ങളോട് നമ്മുടെ സമീപനം കുറഞ്ഞു വരുന്നുണ്ടോ, അതിൽ വല്ല നീക്കുപോക്കുകൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കലും കാലം അങ്ങനെ ആയി എന്നതുകൊണ്ട് നമുക്കൊരു കുറ്റത്തോട്, ഒരു തിന്മയോട്, ദീൻ പാടില്ല എന്ന് പറഞ്ഞ, ഹറാമാണ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തോട് നമുക്കൊരു ലാഘവത്വം ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് എന്തോന്ന് വെച്ചാൽ, ഈ നന്മകൾക്കും തിന്മകൾക്കും അതിൻ്റേതായ ചില അനന്തര ഫലങ്ങൾ ഇവിടെയുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊതുവേ നമ്മളിൽ എല്ലാവരും ഒരു തൗഹീദും ഇതൊക്കെ മനസ്സിലാക്കിയ ആളുകളാണ് എന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണെന്ത്, സംഗതി തെറ്റ് തന്നെയാണ്, എന്നാലും തൗഹീദുള്ളവനാണെന്നുണ്ടെങ്കിൽ അള്ളാഹൊക്കെ പുറത്തിരും എന്നുള്ള ഒരു തോന്നൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുണ്ടാകാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് ഒരു ചെറിയ തെറ്റ് അല്ലേ, ആ തെറ്റ് അള്ളാഹ് നമുക്ക് പുറത്തു തരാതെ ഒരു നിമിഷം നരകത്തിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞത്, യുസ്ബഉ ഫിന്നാരി, നരകത്തിലൊന്ന് മുക്കിയെടുക്കുന്ന ആരെ? ബി അൻഉമി അഹ്ലി ദുനിയ മിൻ അഹ്ലിന്നാർ. അല്ലേ, നരകത്തിൽ പോകേണ്ടുന്ന ദുനിയാവിൽ ഏറ്റവും വലിയ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച ഒരു മനുഷ്യൻ, എല്ലാ സുഖങ്ങളും എല്ലാ സൗകര്യങ്ങളും ഏതൊക്കെ രൂപത്തിൽ വേണോ ഒക്കെ അനുഭവിച്ച ഒരു മനുഷ്യനെ നരകത്തിൽ ഒരു ഫയുസ്ബഉ സബഅതൻ, ഒന്ന് മുക്കിയെടുക്കും, ഒന്ന് ഉള്ളിൽ കണ്ട് കയറ്റി ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുന്ന. എന്നിട്ട് അവനോട് ചോദിക്കുന്നതാണ്, ഹൽ മർറ ബിക നഈമുൻ ഖത്ത്. ഓൻ ജീവിതത്തിൽ നിഅമത്തിലേ കണ്ടിട്ടുള്ളൂ. ഓനക്ക് ഹറാമുണ്ടായിട്ടില്ല, ഹലാലുണ്ടായിട്ടില്ല, എല്ലാം അവന് ഹലാലായിരുന്നു. അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യം, എൻ്റെ ജീവിതത്തിൽ വല്ല നിഅമത്തും ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ മറുപടി, ലാ വല്ലാഹി യാ റബ്ബ്. അങ്ങനെ ലാ വല്ലാഹി യാ റബ്ബ്, അല്ലാഹുവേ നിന്നെ തന്നെയാണ് സത്യം, എനിക്കൊരു നിയമത്തും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കേണ്ടുന്നത് തൗഹീദിൻ്റെ കൂടെ നമ്മൾ എത്രയും സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ നമുക്ക് അറിയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തിന്മകൾക്കാകട്ടെ നന്മകൾക്കാകട്ടെ അതിന് ചില അനന്തര ഫലങ്ങളുണ്ട്. നമ്മുടെ വിഷയം അതാണല്ലോ. ഈ നന്മകൾക്കും തിന്മകൾക്കും അതിൻ്റേതായ ചില അനന്തര ഫലങ്ങളുണ്ട്. നന്മകൾക്ക് നന്മയായിട്ടും തിന്മകൾക്ക് തിന്മയായിട്ടും നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ അനുഭവിക്കുന്നതുണ്ട്, നാളെ പരലോകത്ത് അനുഭവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പാപങ്ങളുടെ ദോഷഫലങ്ങൾ നമ്മെ പിടികൂടുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ. അല്ലെ, വിശുദ്ധ ഖുർആന്റെ ആയത്താണ്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ.
ആണാകട്ടെ പെണ്ണാകട്ടെ ഒരു സൽക്കർമ്മം ചെയ്തിട്ടുണ്ട് എങ്കിൽ വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കോണം, അഥവാ തൗഹീദുള്ളവന്. നമ്മളെ പറ്റിയാണ് പറയുന്നത്, നമ്മളെപ്പറ്റിയാണ് പറയുന്നത്. തൗഹീദുള്ള ഈമാനുള്ള ഒരു മനുഷ്യൻ ഒരു സൽക്കർമ്മം ആണാകട്ടെ പെണ്ണാകട്ടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫലനുഹയ്യന്നഹു ഹയാത്തൻ ത്വയ്യിബ, അതിൻ്റെ സൽഗുണമാണ്, നമ്മുടെ സൽക്കർമ്മങ്ങളുടെ നന്മയാണ്, അതിൻ്റെ ഗുണഫലമാണ് നമുക്കൊരു നല്ല ജീവിതം ഉണ്ടാവുക എന്നുള്ളത്. നമുക്കൊരു നല്ല ജീവിതം, എങ്ങനെ നല്ല ജീവിതം തന്നെ സുഭിക്ഷതയായിക്കൊള്ളണമെന്നില്ല, സുഭിക്ഷത തന്നെയാകണമെന്നില്ല, ഒരു ആരോഗ്യമായിരിക്കാം, അതല്ലെങ്കിൽ അല്ലേ നമ്മൾ അനുഭവിക്കുന്ന ഒരു മനസ്സിൻ്റെ സന്തോഷമായിരിക്കാം, പ്രയാസങ്ങളും തടസ്സങ്ങളും ഇല്ലാത്ത ഒരു ജീവിതമായിരിക്കാം. എന്തായാലും ഒരു നല്ല ജീവിതം അവന് നൽകും. പോരാ, വലനജ്സിയന്നഹും അജ്റഹും, നാളെ പരലോകത്ത് അതിൻ്റെ പ്രതിഫലവും നൽകുന്ന. അപ്പോൾ ദുനിയാവിലുമുണ്ട് പരലോകത്തുമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ തിന്മകൾക്കുമുണ്ട്, തിന്മകൾക്കും അതിൻ്റെ ദോഷഫലങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല യുംലി ലിദ്ദാലിമി, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽമ് ചെയ്യുന്ന, അതിക്രമം ചെയ്യുന്ന, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ നീട്ടിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അവരിങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇതിൻ്റെ ചൂണ്ടുണ്ടല്ലോ, കൊത്തുന്ന സമയത്ത് പരമാവധിയാണ് നീട്ടുന്നത്. അതെന്തിനാ? അവസാനം ഒറ്റ വലിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇതേപോലെ അവൻ നീട്ടിയിട്ട് കൊണ്ടിരിക്കും. എന്നാൽ പിന്നെ പിടിക്കുമ്പോൾ വലിയ പിടുത്തമായിരിക്കും. ഒന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമ്പോഴേക്ക് അടുത്തതിൽ കുടുങ്ങുന്ന ഒരവസ്ഥയിൽ അവനെ ആക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ടത്. നമ്മുടെ കുറ്റകൃത്യങ്ങൾ നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല? സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ ഒരു കുറ്റം ഉണ്ടാകാൻ പാടില്ല. ആ കുറ്റം നമ്മൾ വീണ്ടും ആവർത്തിച്ച് അങ്ങനെ പലപ്പോഴായി നമ്മുടെ ജീവിതത്തിൽ തുടർന്നു വരുന്ന ഒരു കുറ്റകൃത്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലുമൊക്കെ നമ്മൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ദുരനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ട് എങ്കിൽ, അതൊരു പക്ഷേ നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ പരിണിത ഫലങ്ങളായിരിക്കാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ മുൻഗാമികളുടെ ചില വാക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ സഹാബികളും താബിഈങ്ങളുമായ ആളുകൾ ഈ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളും ഹദീസുകളുമൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു താബിഈ പണ്ഡിതൻ പറയാണ്, ലൈസ ഫിദ്ദുന്യാ വൽ ആഖിറതി ശർറുൻ വദാഉൻ, ദുനിയാവിലാകട്ടെ അതേപോലെ തന്നെ ആഖിറത്തിലാകട്ടെ വല്ല ഷർറും ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ദുനിയാവിൽ വല്ല രോഗങ്ങളും പിടിപെടുന്നുണ്ടെങ്കിൽ, ഇല്ലാ വസബബുൽ മആസി വസ്ദുനൂബ്, അതിൻ്റെ കാരണം തിന്മകളും കുറ്റകൃത്യങ്ങളുമാണ്. തിന്മകളും കുറ്റകൃത്യങ്ങളുമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഷർറുകളായിക്കൊണ്ടും അതേപോലെ തന്നെ അവൻ്റെ ആരോഗ്യരംഗത്തുള്ള രോഗങ്ങളായിക്കൊണ്ടും കടന്നു വരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ പലതും മനസ്സിൽ വിചാരിച്ചു കൊണ്ടായിരിക്കും ചെല്ലുന്നത്. പക്ഷേ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ കുടുംബത്തോട് സംസാരിക്കുന്ന എന്തെങ്കിലും ഒന്ന് കണ്ട് നമ്മൾ സംസാരിക്കുന്നത് നേരെ നമ്മൾ വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാവും അല്ലേ? ഇപ്പോൾ സഹോദരിമാർ നോക്കുക, ഈ വീട്ടിൽ ഭർത്താവ് വരട്ടെ അല്ലെങ്കിൽ മോൻ വരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് അവർ വരുന്ന നമ്മൾ വിചാരിച്ച ആ റൂട്ടിലേക്കല്ലാതെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് റൂട്ടിലേക്ക് എന്ത് ചെയ്യുന്നു? സന്തോഷം എന്നത് നേരെ ഒരു ദുഃഖത്തിൻ്റെ, സ്നേഹം എന്നത് നേരെ ഒരു വെറുപ്പിൻ്റെ റൂട്ടിലേക്ക് ചിലപ്പോൾ കടന്നു പോകും. നമ്മളൊക്കെ ഓരോരുത്തരും അനുഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇത്. നമ്മൾ വിചാരിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഇന്ന് ഇങ്ങനെ ആകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു, നമ്മൾ വിചാരിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയി വരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നത്? അതൊക്കെ ഈ രൂപത്തിലാണെന്ന് ഇപ്പോൾ നമ്മുടെ താബിഈ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞതാണ്. അദ്ദേഹം പറയാം, ഇന്നീല ആസില്ല,
ഞാനൊരു കുറ്റം ചെയ്യും. ജീവിതത്തിൽ മനുഷ്യനാണല്ലോ നല്ല ഒരു പണ്ഡിതനാണ്. എൻ്റെ ഒന്നുകിൽ കണ്ണുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നാവുകൊണ്ട് ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് ഒന്ന് ഏറിപ്പോയതായിരിക്കും. എന്തെങ്കിലും ഒരു കുറ്റം എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഫഅറാദാലിക, ഞാൻ ആ കുറ്റത്തിൻ്റെ ദോഷം കാണുന്നത് ഫീ ഹുലുഖി ദാബത്തി, എൻ്റെ വാഹനത്തിൻ്റെ കേടായിട്ട് കാണും. അന്നൊക്കെ അവർ യാത്ര ചെയ്യുന്നത് ഏതുമല, ഒരു ഒട്ടകപ്പുറത്ത്, അല്ലെങ്കിൽ ഒരു കഴുതപ്പുറത്ത്, അല്ലേ, അല്ലെങ്കിൽ ഒരു കുതിരപ്പുറത്ത്. അതിനെപ്പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു, അത് നമ്മൾ വിചാരിച്ചോടത്തും നമ്മൾ പിടിച്ചോടത്തും കിട്ടാത്തൊരവസ്ഥ വരും. നമ്മൾ അതിനേക്കാളും വലിയൊരു വാഹനമായിട്ടാണ് നമ്മൾ നടക്കുന്നത്, അല്ലേ? അതിനേക്കാളും ക്രിട്ടിക്കലായിട്ടുള്ള സ്ഥലത്തു കൂടിയാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ വിചാരിച്ച പോലെ ആകാത്ത അവസ്ഥകൾ നമുക്ക് ഉണ്ടാകാറില്ലേ, അല്ലേ? ഇത് വളരെ പ്രധാനം. പോരാ, അദ്ദേഹം പറയാ വംറഅതി, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എൻ്റെ പെണ്ണുങ്ങളെ മുഖത്തും ഞാൻ ചെയ്ത കുറ്റത്തിൻ്റെ, അവളുടെ പെരുമാറ്റത്തിൽ, അവളുടെ ഇടപഴകലിൽ അതിൻ്റെ ദോഷഫലങ്ങൾ ഞാൻ അനുഭവിക്കുന്ന. തീർച്ചയായും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ വിചാരിച്ചെടുത്ത് നമ്മളെ കുടുംബമായി വരുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മക്കളായി വരുന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച റൂട്ടിൽ ആ ഒരു ദിവസം ആക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതിൻ്റെ പ്രധാനമായ ഒരു കാരണം അതാണെന്ന്. എന്നിട്ട് അദ്ദേഹം വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും, അല്ലാഹ് ഖുർആനിൽ തന്നെ പറഞ്ഞതാണ്. എന്ത് മുസീബത്താണോ നിങ്ങളെ ബാധിക്കുന്നത് അത് നിങ്ങളുടെ കരം കൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ പരിണിത ഫലം തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത്, ആ ആയത്ത് എൻ്റെ മനസ്സിൽ ഓർമ്മ വരും. എൻ്റെ പെണ്ണുങ്ങളെ സ്വഭാവം കാണുമ്പോൾ, അവളുടെ പെരുമാറ്റം കാണുമ്പോൾ, അല്ലേ, ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല അവളങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ അല്ലേ, നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ നമ്മുടെ ഭാര്യമാർ സംസാരിക്കുക, അല്ലെങ്കിൽ ഭർത്താക്കന്മാർ സംസാരിക്കുക. ആ രൂപത്തിലായി വരുന്നത് നമ്മുടെ എന്തോ ഒരു കുറ്റമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കുറ്റകൃത്യത്തിനുണ്ട്. അതിൻ്റെ ദോഷഫലങ്ങൾ നമ്മൾ ദുനിയാവിലും ആഖിറത്തിലും അനുഭവിക്കേണ്ടി വരും. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കണേന്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാനസികമായ പിരിമുറുക്കങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് പലപ്പോഴും ഏതായിരിക്കും? ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, മാനസികമായ പിരിമുറുക്കങ്ങൾ. എപ്പോഴും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്ര കിട്ടിയാലും എന്തോ ഒരു നഷ്ടബോധമാണ്. വിചാരിച്ച മാതിരി ആയിട്ടില്ല, ആയിട്ടില്ല, അല്ലേ? എത്ര കിട്ടിയാലും മതി വരാത്ത, പൂതി തീരാത്ത ഒരു ആർത്തിയും മറ്റുമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനമായ ഒരു കാരണം നമ്മുടെ കുറ്റകൃത്യങ്ങളുടെ പരിണിത ഫലമാണ് എന്നാണ്. പിന്നെ മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ കഴിയണില്ല, കിട്ടിയതിൽ ഉള്ളതിൽ തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെയോ ഒരു നഷ്ടബോധം, എന്തൊക്കെയോ ഒരു കുറവ്, അല്ലേ, എന്തൊക്കെയോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. അതിലേറെ, അല്ലേ, വെറുതെ പേടിക്കുന്ന എത്ര മനുഷ്യന്മാരില്ലേ, അല്ലേ? ഇപ്പോൾ ഡോക്ടർമാരുണ്ടാവും എൻ്റെ മുന്നിലിരിക്കുന്നവരുടെ കൂട്ടത്തിൽ. അകാരണമായ ഭയം എന്ന് നമ്മൾ പറയലില്ലേ, അല്ലേ? മാനസിക രോഗത്തിനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പരസ്യങ്ങളിലും കാണുന്ന പ്രധാനപ്പെട്ട ഒന്നാണെന്ത്? അകാരണമായ ഭയം. കാരണമുള്ള ഭയം ഉണ്ടാവും, അല്ലേ? കാരണമുള്ള ഭയം ഉണ്ടാവും. നമ്മളൊരു എക്സാം എഴുതി വിചാരിച്ച മാതിരി എഴുതാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, പൊട്ടുമോ എന്നുള്ളൊരു പേടി, അത് കാരണമുള്ള ഭയമാണ്, അല്ലേ? അത് കാരണമുണ്ട്. ഇങ്ങനെ കുറേ സംഗതികൾ കാരണമുള്ള ഭയം ഉണ്ടാവും. കാരണമില്ലാത്ത ഭയം എന്ന് പറഞ്ഞത് അത് ശരിക്കും നമ്മുടെ തിന്മകളുടെ ഫലമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നമാണെന്ന്. നമ്മുടെ തിന്മകളുടെ കാരണമായി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതെന്താ? അല്ലാഹ് വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാന. നന്മയുടെ മാർഗത്തിൽ നിന്ന് തിന്മയുടെ വഴിയിലേക്ക് ആരെങ്കിലും തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് കുടുസായ ജീവിതമായിരിക്കും ഉണ്ടാകുക. കുടുസായ ജീവിതം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് ഞെരുങ്ങുക മാത്രമല്ല, പിന്നെ എത്രയുണ്ടെങ്കിലും മതി വരാത്ത, തൃപ്തി വരാത്ത
എന്തൊക്കെയോ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ വരും എന്നാണ് അള്ളാഹ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു മനസ്സ് സന്തോഷിക്കാത്ത ഒരവസ്ഥ, അപ്പോഴാണ് പലരും ലഹരിക്കും മറ്റുതിനൊക്കെ അടിമപ്പെടുന്നത്. പക്ഷേ അതുകൊണ്ടൊരു കാര്യമില്ലല്ലോ. നമ്മൾ തിരിച്ചു മടങ്ങുക മാത്രമേ മാർഗമുള്ളൂ എന്നാണ് അള്ളാഹ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ വിശ്വാസിയായി മാറുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തൂബാലഹും, അവർക്കാണ് മംഗളങ്ങൾ, അവർക്ക് സന്തോഷവാർത്ത കിട്ടിക്കൊണ്ടിരിക്കും, അവർക്ക് മനസ്സിന് സമാധാനം വരും, അവർക്ക് എന്തോ അവരറിയാത്ത സന്തോഷങ്ങൾ അവരുടെ മനസ്സിൽ അനുഭവിക്കാൻ സാധിക്കും എന്ന് അള്ളാഹ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൂടെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്കൊക്കെ അറിയുന്ന ഒരായത്താണ് അലാ ബിസിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നന്മയോടൊപ്പമേ എന്തുണ്ടാകൂ? ഹൃദയത്തിന് സമാധാനമുണ്ടാകുന്ന. അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നന്മ ചെയ്യാന്നാണ് അവിടെ. നന്മകൾ ചെയ്യുമ്പോഴാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് മനുഷ്യൻ്റെ മനസ്സിന് എന്തുണ്ടാവുള്ളൂ? സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ കഴിയുള്ളൂ എന്നതാണ് അള്ളാഹ് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. അതുകൊണ്ട് കുറ്റകൃത്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രശ്നം ഇത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഉണ്ട്, ഞാൻ പേടിക്കുന്നുണ്ട്. അപ്പോൾ മുമ്പൊക്കെ ഞാൻ പറഞ്ഞാൽ നന്നായിട്ട് വായിക്കാറുണ്ടായിരുന്നു, പക്ഷെ വേണ്ട പോലെ വായിക്കാൻ കഴിയണില്ല. ശരിക്കും എനിക്ക് പേടിയുണ്ട്. പേടിക്കണം. നമ്മൾ ഓരോ കാര്യത്തിലും നമ്മൾ ഭയപ്പെടേണ്ടുന്ന ഒരവസ്ഥ ഉണ്ട്. അതായത് നല്ലത് പഠിക്കാൻ അവസരം കിട്ടൂല എന്നാണ്. ഇവിടെ ഇന്നത്തേതുപോലെ അറിവ് നേടാൻ പറ്റിയ വേറെ ഏത് സന്ദർഭമുള്ളത് നിങ്ങൾക്കറിയോ? ഇന്ന് നമ്മളൊക്കെ തന്നെ പല വിഷയങ്ങളിലും അവലംബിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവർ പെട്രോ കെമിക്കൽ എൻജിനീയറിങ്ങിൽ ആ രംഗത്തൊക്കെ ഹൈ ലെവലിലെത്തിയ ആളുകൾ, അവരുടെ ഫത്വകൾ, അവരുടെ ക്ലാസ്സുകൾ, ആ ക്ലാസ്സുകൾ വിദ്യാർത്ഥികളായ ദീന് പഠിച്ച് നമ്മളൊക്കെ കേൾക്കുകയാണ്. അവരുടെ ജോലി എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അവരേതാ ഫീൽഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ റൂട്ട് അതായിരിക്കും. എന്തേ ഇന്ന് പഠിക്കാൻ കഴിയാത്തൊരു അവസ്ഥ ആർക്കും ഇല്ലയാണ്. പക്ഷെ നമ്മൾ എത്ര കണ്ട് അള്ളാഹുവിൻ്റെ ദീനൊന്ന് പഠിക്കാൻ, ഒരു നന്മയുടെ മാർഗം പഠിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലേ? അത് തിന്മയുടെ ദോഷഫലങ്ങളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ എണ്ണിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതാവുക, കഴിയാതിരിക്കുക എന്നുള്ളത്. ഇപ്പം നിങ്ങൾ എത്ര ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടാവും? നമ്മളത് തന്നെ എടുക്കുക, ദൂരത്തേക്കൊന്നും പോകണ്ടല്ലോ. എത്ര ആളുകളെ വിളിച്ചിട്ടാണ് ഇത്ര ആൾക്കാർ ഇവിടെ വന്നത് അല്ലേ? എന്താ വെച്ചാൽ ഈ ചിലപ്പോൾ കൃത്യമായി നല്ല കാരണങ്ങളുള്ള ആൾക്കാർ അതിലുണ്ടാവും, അവരുടെ നമ്മൾ കുറ്റം പറയണില്ല. എന്നാലും പ്രത്യേകിച്ച് വലിയ കാരണമൊന്നുമില്ലാതെ എങ്ങനെങ്കിലും ഉണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാണ്ട് ഒഴിവായി കിട്ടിയാൽ അല്ലേ? അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നത് ഒഴിവാക്കാം. എന്താ വെച്ചാൽ ഫാസിൽ വിളിച്ച സമയത്ത് 3-4 ദിവസം മുന്നെയാണ് വിളിച്ചത്. 3-4 ദിവസം മുന്നല്ല വിളിക്കേണ്ടത്, ഇങ്ങനെ ഒരു 2 ആഴ്ച മുന്നെങ്കിലും പറയണ്ടേ എന്ന രൂപത്തിൽ എനിക്ക് വേണമെങ്കിൽ ഒഴിവാക്കാലോ. നമുക്കെന്ന് കുറേ നേരത്തെ തന്നെ പ്രോഗ്രാമുകളൊക്കെ ഏൽക്കുന്നത്. ഈ ഒരാഴ്ച മക്കളൊക്കെ വരയിലുണ്ടാവും എന്നുള്ളതുകൊണ്ട് ഒന്നും ഏൽക്കാതെ വീട്ടിൽ ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി നിന്നതാണ്. അതുകൊണ്ട് പക്ഷെ എന്താ വെച്ചാൽ നമുക്കൊരു നല്ല ഒരു അവസരം എന്ത് ചെയ്യുക വരുന്നത്, ഒന്നും വേണ്ട ഒരു നല്ല ക്ലാസ് അതൊന്ന് കുറച്ചു നേരം കേട്ടിരിക്കാൻ വേണ്ട. വെള്ളിയാഴ്ച ജുമാക്ക്, ഞാൻ നമ്മുടെ കാര്യമായിട്ടോ പറഞ്ഞത്, വേറെ എവിടുക്കുമല്ല, നമ്മളിലേക്ക് തന്നെ മടങ്ങിയാൽ മതി. ആരെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വെള്ളിയാഴ്ച ജുമാക്ക് ആ ഇമാം മെമ്പറിൽ കയറുന്ന സമയത്തെങ്കിലും അവിടേക്ക് എത്തിയിട്ട് സ്ഥിരമായിട്ട് വെള്ളിയാഴ്ച ഖുതുബകൾ കേട്ടാൽ തന്നെ, ഒരു നല്ല പള്ളിയിലാണ് പോകുന്നത്, ഒരു ഇൽമുള്ള ഒരാൾ ഖുതുബ പറയുന്ന പള്ളിയിലാണ് പോകുന്നുണ്ടെങ്കിൽ എത്ര വിവരം നമുക്ക് കിട്ടും അല്ലേ? പലപ്പോഴും ഖുതുബ ഒരു 5 മിനിറ്റ് സാധാരണത്തേനേക്കാളും കണ്ട് കൂടുമ്പോഴേക്ക്
വാച്ചിക്ക് ഒന്ന് നോക്കും. അങ്ങനത്തെ എന്താ വെച്ചാൽ ഒരുപക്ഷെ നമുക്ക് തിരക്കുണ്ടായിട്ടായിരിക്കാം. എന്നാലും നമുക്ക് എന്തെങ്കിലും ഒന്ന് ദീന് കൂടുതൽ കിട്ടാൻ വേണ്ടി ശ്രമിക്കല്ല നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? എന്തെങ്കിലും അത് ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ജീവിതത്തിൽ തിന്മകൾ അധികരിക്കുന്ന, തിന്മകൾ കൂടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നന്മകൾ പഠിച്ചെടുക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതാകുന്നതാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ നിങ്ങളൊക്കെ പരിചയമുള്ള, അല്ലേ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മദീനത്ത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പള്ളിയിൽ ദർസിലേക്ക് വരികയാണ്. ഇമാം മാലിക് ഇമാം ഷാഫിയുടെ ഉസ്താദാണ്. ഇമാം മാലിക് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദാണ്. അദ്ദേഹത്തിൻ്റെ ദർസിൽ വന്ന് അദ്ദേഹത്തിൻ്റെ കിതാബ് ഓതുകയാണ്, പഠിക്കണ സമയത്ത് ഒരു വട്ടം പഠിക്കുമ്പോഴേക്ക് തന്നെ ഇത് മനപ്പാടാണ്. പെട്ടെന്ന് ബൈഹാർട്ടായി എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുമ്പോൾ ഇത് കണ്ടപ്പോൾ ഇമാം മാലിക് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത് അറിയോ? ഇന്നി അറ അന്നല്ലാഹ ഖദ് അൽഖാ അലാ ഖൽബിക നൂറ. ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു നിൻ്റെ ഹൃദയത്തിൽ ഒരു പ്രകാശമിട്ടിട്ടുണ്ട് എന്നാണ്. ശിഷ്യനോടാണ് പറയുന്നത്. അള്ളാഹു നിൻ്റെ ഹൃദയത്തിൽ ഒരു പ്രകാശമിട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഫലാ തുത്ഫിഉഹു ബിളുൽമത്തിൽ മഅസിയ. ഒരിക്കലും നീ തിന്മയുടെ ഇരുട്ട് കൊണ്ട് നീ അതിനെ കെടുത്തിക്കളയരുത്. ആരാ പറയണത്? ഇമാം മാലിക് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് നൽകുന്ന ഉപദേശം. നിൻ്റെ മനസ്സിൽ ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു പ്രകാശമാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് നന്മയും കേൾക്കുമ്പോഴേക്ക് മനപ്പാടമാക്കുകയാണെങ്കിൽ ഒരിക്കലും നീ തിന്മയുടെ ഇരുട്ട് കൊണ്ട് നീ അതിനെ മറച്ചു കളയരുത് എന്ന്, അല്ലേ? അതേപോലെ തന്നെ ഒരു ഹിഫ്ളിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഈ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഉസ്താദിനോട് ചോദിച്ച ചോദ്യമുണ്ട്. നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഒരു പാട്ടായിട്ട് ഇമാം ഷാഫി നല്ല കവിയായിരുന്നു. ഞാൻ കർമ്മശാസ്ത്ര രംഗത്ത് വലിയ ലെവലിലേക്ക് എത്തണം, പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ലോകത്തെ ഏറ്റവും വലിയ കവിയാകുമായിരുന്നു, അറബിയിലെ ഏറ്റവും വലിയ കവി ഞാനാകുമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം നല്ല കവിയായിരുന്നു അദ്ദേഹം. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കവിതകളുടെ സമാഹാരം നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഉസ്താദ് വക്കീഅ എന്ന് പറയുന്ന ഉസ്താദിനോട് ചോദിച്ചൊരു ചോദ്യമാണ്. അല്ല, എനിക്കിപ്പോൾ പഴയമാതിരി ഹിഫ്ള് ശരിയാണില്ലല്ലോ, നിൽക്കണില്ല. അന്നത്തെ പഠനം തന്നെ പ്രധാനമായും, പ്രത്യേകിച്ച് ശരീഅത്ത് പഠനം തന്നെ പ്രധാനമായും ഏതിൽ തന്നെയാണ്? മനപ്പാടത്തിൽ തന്നെയാണ്. മനപ്പാടം വേണ്ട രൂപത്തിലാണില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്താ? എന്തൊക്കെ തിന്മകൾ ജീവിതത്തിലുണ്ടെന്ന് തോന്നുന്നുണ്ട്, ഒഴിവായി കളയുന്നതാണ്. അദ്ദേഹം അത് കവിതയാക്കുന്നുണ്ട്. ഇമാം ഷാഫി ഉസ്താദിനോട് ചോദിച്ച ഈ ചോദ്യവും അദ്ദേഹത്തിൻ്റെ മറുപടിയും ശക്കൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി ഫഅഖ്ബറനി ബിമാ തർക്കിൽ മആസി വഅഖ്ബറനി ബിഅന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ യുഅതാ ലിആസിൻ. അല്ലേ? അദ്ദേഹം പറഞ്ഞു ഇൽമ് എന്ന് പറഞ്ഞാൽ നൂറാണ്, അതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റവാളിക്ക് നൽകില്ല എന്നാണ്. അപ്പോൾ നമുക്ക് ഒരു ദീന് ശരീഅത്ത് കേൾക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്, അതിനെ ഒരു ഇഷ്ടത്തോടു കൂടി നമ്മൾ കാണാത്തതിൻ്റെ ഒരു കാരണം നമ്മുടെ ജീവിതത്തിലുള്ള എന്തെങ്കിലുമൊക്കെ അപാകതകളും പാകപ്പിഴവുകളും ആയിരിക്കാം എന്ന് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുന്നത് തീർച്ചയായും ഗുണകരമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ ഒരു കാര്യം ഹൃദയത്തിന് തന്നെ സംഭവിക്കുന്നതാണ്. അള്ളാഹുവിനെ പറ്റിയുള്ള ബോധവും ഓർമ്മയും നഷ്ടപ്പെടുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അള്ളാഹ് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമുക്ക് പറഞ്ഞതാണ്. ഇതല്ലേ നമ്മൾ ഏറ്റവും ഗൗരവമായിട്ട് കാണേണ്ടത്. എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് ആ വിഷയത്തിൽ അള്ളാഹുവിനെ നമുക്കൊരു പേടിയില്ലാതാവുക, അല്ലെങ്കിൽ അള്ളാഹിനെ പറ്റിയുള്ള ഒരു ബോധം നമുക്കില്ലാതാവുക എന്ന് പറഞ്ഞാൽ അതല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു കാര്യം, അല്ലേ? ഖുർആൻ പറയും, നോക്കൂ, വഇദാ ദുക്കിറൂ ലാ യദ്കുറൂൻ. അവർക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള ഉത്ബോധനം നൽകപ്പെടുന്ന സമയത്ത് അവരെന്ത് ചെയ്യില്ല, ആ ഒരു ഓർമ്മ തന്നെ അവരുടെ അടുക്കലേക്ക് വരില്ല. വഇദാ റഔ ആയതൻ യസ്തസ്ഖിറൂൻ.
അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ കാണുകയാണെങ്കിൽ പോലും, ഒരായത്ത് കേൾക്കുമ്പോൾ പോലും അവരെന്ത് ചെയ്യും? ഇതൊക്കെ എത്ര തീരെ ശ്രദ്ധയില്ലാതെ, മൈൻഡ് ചെയ്യാതെ, ഒരു പക്ഷേ ഒരു കളിയാക്കിയിട്ടൊക്കെ വിടുന്ന ഒരവസ്ഥയുണ്ടാകുമെന്ന് സൂറത്തു സ്വാഫാത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവുമായുള്ള ബന്ധം വിടുക എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അതെന്തിലൂടെ നടക്കുള്ളൂ? ബന്ധം സ്ഥാപിക്കാൻ സൽക്കർമ്മങ്ങളിലൂടെ നടക്കുള്ളൂ. അള്ളാഹ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഹദീസുണ്ട്, ഖുദ്സിയായ ഹദീസ് അല്ലേ? അതേപോലെ ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹ് പറഞ്ഞതാണ്, എൻ്റെ അടിമകൾ എന്നിലേക്ക് അടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എന്നിലേക്ക് അവരെ അടുപ്പിക്കുന്നത് ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് അല്ലേ? രണ്ടാമത്, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു. എൻ്റെ അടിമകൾ സൽക്കർമ്മങ്ങൾ ഐച്ഛികമായിട്ടുള്ളത് തന്നെ ചെയ്തിട്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും, അങ്ങനെ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നത് വരെയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ടാകുന്നത് ഏതിലൂടെയാണ്? സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെയാണ്. തിന്മകൾ പ്രവർത്തിക്കുമ്പോൾ ഇഷ്ടം പോയി അള്ളാഹുവിലേക്ക് അടുക്കുക മാത്രമല്ല, അള്ളാഹുവിൽ നിന്ന് അകലുന്ന ഒരവസ്ഥയുണ്ടാകുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടണം അല്ലേ? അതേപോലെ തന്നെ മറ്റൊന്നാണ്, നാലാമത്തെ ഒരു കാര്യമായി നമുക്ക് കാണാൻ കഴിയുന്നത്, മനുഷ്യൻ്റെ ഹൃദയം ഇരുട്ടിലാവുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്കൊക്കെ അറിയുന്നതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൻ്റെ തർജുമാനാണ് എന്ന് പരിചയപ്പെടുത്തിയ ആളാണ് ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തർജുമാനുൽ ഖുർആൻ എന്ന് പരിചയപ്പെടുത്തിയ, ഖുർആനിൻ്റെ ആശയങ്ങൾ ഏറ്റവും കൂടുതൽ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ അറിയുന്നത് ആർക്കായിരുന്നു? ഈ ഒരു സ്വഹാബിക്ക. നബി മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് 11 അല്ലേ? എവിടുന്നാണ് ആ ഇൽമ് കിട്ടിയത്? എവിടുന്നാണ് ആ ഇൽമ് കിട്ടുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കണം. വളരെ ചുരുങ്ങിയ അല്ലേ? അതുകൊണ്ടാണ് അവരുടെ സഹാബിമാരുടെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും ഒക്കെ ക്രോഡീകരിക്കുന്ന, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ശ്രേഷ്ഠതകൾ അനുസരിച്ച് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ച ആളുകളുണ്ട്, സഹാബിമാരുടെ പേരുകൾ. അപ്പോൾ അബൂബക്കറും ഉമറും ഉസ്മാനും അവരൊക്കെ 1-ാം ശ്രേണിയിൽ വരും, പിന്നെ അതിൻ്റെ താഴെ വരും, പിന്നെ ബദറിൽ പങ്കെടുത്തവർ, പിന്നെ ഉഹുദിൽ പങ്കെടുത്തവർ. അവസാനത്തിലാണ് ആരുള്ളത്? ഇബ്നു അബ്ബാസ് ഉള്ളത്. എന്താ കാരണം? അവസാനത്തിൽ നബി മരിക്കുമ്പോൾ കുട്ടികളായിട്ടുള്ളവർ എന്ന് പറഞ്ഞിട്ട് ഉള്ള ആ കൂട്ടത്തിലാണ് ആരുള്ളത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് സ്വഹാബത്തിൻ്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഖുർആൻ പണ്ഡിതൻ. നമ്മൾ ആലോചിക്കണ്ടേ, എവിടുന്ന ആ ഇൽമ് കിട്ടിയത്? അത് നന്മകളിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ സ്വായത്തമാക്കുന്നതാണ്. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഇന്നലിൽ ഹസനത്ത് ദിയാഅൻ വഫിൽ വജ്ഹ്. നന്മക്ക്, മനുഷ്യരുടെ നന്മ ചെയ്യുന്ന ആളുകളുടെ മുഖത്തുണ്ടാകുന്ന ഒരു പ്രകാശമുണ്ട്. വനൂറൻ ഫിൽ ഖൽബ്, ഹൃദയത്തിലുള്ള ഒരു പ്രകാശമുണ്ട്. അതേപോലെ തന്നെ വസഅതൻ ഫിൽ റിസ്ഖ്, നന്മ ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ റിസ്ഖിൽ വ്യാപ്തി നൽകും. റിസ്ഖ്, അതിൻ്റെ മാർഗങ്ങൾ കൂടിക്കിട്ടും അവർക്ക്. വഖുവ്വതൻ ഫിൽ ബദനി, ശാരീരികമായിട്ടുള്ള ശക്തി അവർക്കുണ്ടാകും. വമഹബ്ബതൻ ഫി ഖുലൂബിൽ ഖൽഖ്, സൃഷ്ടികളുടെ ഹൃദയത്തിൽ, ആളുകളുടെ, കുടുംബക്കാരുടെയും അയൽവാസികളുടെയും ഹൃദയത്തിൽ അത്തരം ആളുകളോട് ഒരു സ്നേഹം അള്ളാഹു ഉണ്ടാക്കും. എങ്ങനെ? അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അള്ളാഹു മനുഷ്യരുടെ ഹൃദയത്തിലും എന്തുണ്ടാക്കും? സ്നേഹമുണ്ടാക്കും എന്ന് അദ്ദേഹം വിശദീകരിക്കുക. നേരെ തിരിച്ചാണ് തിന്മക്ക്. വ ഇന്ന ലിസ്സയ്യിഅതി, എന്നാൽ തിന്മകൾക്ക് സവാദൻ ഫിൽ വജ്ഹി, മുഖത്ത് അവരെത്ര വെളുത്തവരാണെങ്കിലും ആ തിന്മയുടെ ഒരു കറുപ്പുണ്ടാകും. ആ തിന്മയുടെ അല്ലെ, എത്ര വെളുത്തവരാണെന്നുണ്ടെങ്കിലും ചില മനുഷ്യന്മാരുടെ മുഖത്തേക്ക് രണ്ടാമത് നോക്കാൻ നമുക്ക് തോന്നൂല. എന്താ കാരണം? അത് ആ കാണുമ്പോഴുള്ള ആ തൊലിപ്പുറത്തുള്ള നിറമല്ലത്, അതിനപ്പുറത്തുള്ള ഒരു ഇത്. അതാണ് സവാദൻ ഫിൽ വജ്ഹി വളിൽമതൻ ഫിൽ ഖബരി വൽ ഖൽബി, അവൻ്റെ ഹൃദയത്തിലും അവൻ്റെ ഖബറിലും ഇരുട്ടുണ്ടാകുമെന്നാണ്.
വവഹനൻ ഫിൽ ബദനി, ശാരീരികമായിട്ടുള്ള ക്ഷയങ്ങൾ അവനുണ്ടാകും. വനഖസം ഫിൽ റിസ്ഖ്, റിസ്ഖിൻ്റെ മാർഗത്തിലും അവന് ദോഷങ്ങളുണ്ടാകും, കുറവുകളുണ്ടാകും. വബഗ്ളതൻ ഫി ഖുലൂബിൽ ഖൽഖ്, സൃഷ്ടികൾ, ആളുകൾ അവനോടൊരു വെറുപ്പോടെയായിരിക്കും കാണുന്നത്. മറ്റൊന്ന്, പ്രധാനപ്പെട്ട തിന്മയുടെ ദോഷഫലങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യൻ്റെ മനസ്സിലൊരു നിന്ദ്യത അനുഭവിക്കുന്നതാണ്. മനസ്സിലൊരു നിന്ദ്യത അനുഭവിക്കും തിന്മകൾ ചെയ്യുന്ന ആളുകൾ. അബൂദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ലിയഹ്ദർ ഇംറുഉൻ അൻ തൽഅനഹു ഖുലൂബുൽ മുഅ്മിനീൻ, നിങ്ങൾ ശ്രദ്ധിക്കണം, മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾ അവളെ എന്തു ചെയ്യും? ലഅനത്ത് ചെല്ലും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പേര് കേൾക്കുമ്പോൾ ലഅനത്ത് ചെല്ലുന്ന ഒരു വിശ്വാസി ഉണ്ടാകാൻ പാടില്ല, അല്ലേ? അതെങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയോ എന്ന് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നത്. എന്നിട്ട് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബിയാണ്. ഇന്നൽ അബ്ദ യഖ്ലൂ ബിമആസില്ലാ, ഒരാൾ അവനൊറ്റക്ക് ചെയ്യാൻ പറ്റിയ ഒരു തിന്മ, ആരും അറിയാതെ ചെയ്യാൻ പറ്റിയ ഒരു തിന്മ, അല്ലെങ്കിൽ നാട്ടുകാരിൽ ആരും അറിയാത്ത സ്ഥലത്തെത്തിയിട്ട് ഒരു തിന്മ ചെയ്യുക. ഫയുൽഖില്ലാഹു ബുഗ്ളഹു ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, അതിലൂടെ അവനെ അറിയുന്ന വിശ്വാസികളുടെ ഹൃദയത്തിൽ അവനോടൊരു വെറുപ്പ് അള്ളാഹു ഇട്ടുകൊടുക്കും എന്നാണ്. അവനെ അറിയുന്ന ആളുകളുടെ ഹൃദയത്തിൽ അവനോടൊരു വെറുപ്പ് അള്ളാഹു ഇട്ടുകൊടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വെച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തരാണ്, അല്ലേ? മറ്റൊരു സുലൈമാൻ ഉത്തൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാക്ക്, ഇന്ന റജുല ലയുസീബു ദംബ്, ഒരാളൊരു കുറ്റം ചെയ്യും, ഫിസ്സിർ, വളരെ രഹസ്യമായിട്ട്, ഫയുസ്ബിഹു അലൈഹി മദല്ലത്തു, നേരം പുലർന്നെണീറ്റ് ആളുകളുടെ മുന്നിലേക്ക് വരുമ്പോൾ എന്തോ ഒരു മ്ലാനമായ മുഖത്തോടു കൂടി, ആളുകൾക്ക് അവനെ കാണാൻ കഴിയാത്ത ഒരു മുഖത്തോടു കൂടിയായിരിക്കും അവൻ പുറത്തിറങ്ങുന്നത് എന്ന് ആളുകളുടെ മനസ്സിൽ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ, എന്താ എൻ്റെ മുഖം കണ്ടിട്ടൊരു ജാതി എന്ന് ചോദിക്കുന്നൊരവസ്ഥ ഉണ്ടാവുന്നർത്ഥം. അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. മറ്റൊന്ന്, ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ബറക്കത്തും നഷ്ടപ്പെടുന്ന തിന്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെടുത്തും, ആയുസ്സിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെടുത്തും, സമയത്തിൻ്റെ ബറക്കത്ത്. ജീവിതം എന്ന് പറഞ്ഞാൽ ആയുസ് എന്ന് പറഞ്ഞാൽ എന്താ? സമയമാണല്ലോ, അല്ലേ? ആയുസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സമയമാണ്. ഈ സമയം നമുക്ക് ഒന്നിനും ഉപകരിക്കാത്ത ഒരവസ്ഥ അതിൽ കടന്നു വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. എന്ത് നന്മകൾക്ക് വേണ്ടി ചെലവഴിച്ച സമയം ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ കഴിയും. നമ്മൾ നിസ്കരിച്ച സമയം, അല്ലേ? നമ്മൾ പള്ളിയിൽ കഴിച്ചു കൂട്ടിയ സമയം, എന്നാൽ നമ്മൾ പാർക്കിൽ കഴിച്ചു കൂട്ടിയ സമയം, പാർക്കിൽ നല്ലതിനാണെങ്കിലും അല്ല വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദോഷത്തിന് വേണ്ടിയല്ലെങ്കിലും നമുക്ക് ഏതാണ് ആസ്വദിക്കാൻ കഴിയുന്നൊരു കാര്യം? ശരിക്ക് നമുക്ക് നമ്മുടെ പള്ളിയിൽ പോയതായിരിക്കണം എന്നതാണ് മനസ്സിലാക്കേണ്ടുന്നത്. നമ്മൾ കാലത്തെയും അതേപോലെ തന്നെ സ്ഥലത്തെയും ഒക്കെ ആക്ഷേപിക്കും. സത്യത്തിൽ കാലത്തിനൊന്നുമല്ല പ്രശ്നം, നമുക്കാണ് പ്രശ്നമുള്ളത്, അല്ലേ? ആയുസ്സിനെ പറ്റി പറയും, അല്ലേ? ഈ കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർ, അല്ലേ, രോഗങ്ങൾ, പ്രശ്നങ്ങൾ, കുഴപ്പങ്ങൾ എല്ലാം നമ്മൾ കാലത്തിൻ്റെ പറയും. സത്യത്തിൽ കാലത്തിനല്ല പ്രശ്നം, നമ്മളാണ് ആ കാലത്തുണ്ടായത് എന്നതാണ് കാലത്തിൻ്റെ പ്രശ്നം എന്നാണ്. അത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു കവിതയിൽപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നത്, നഈബു സമാനനാ വൽ ഐബു ഫീന, നമ്മൾ കാലത്തെ കുറ്റം പറയും. കുറ്റം യഥാർത്ഥത്തിൽ ആർക്കാണ്? കാലത്തിനല്ല, നമുക്കാണ്. ഈ കാലത്ത് നമ്മൾ അനുഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഈ കൊറോണ എന്ന് പറഞ്ഞത്. അത് നമ്മളുള്ള കാലത്ത് തന്നെ എന്തുണ്ടായത്? നമ്മളുള്ള കാലത്ത് തന്നെ അത് ഉണ്ടായത്? എന്തേ? ഈ കാലത്ത് നമ്മളാണ് ഉണ്ടായത്. അതുകൊണ്ട് നമ്മളെയാണ് അല്ലാഹ് അതുകൊണ്ട് പരീക്ഷിക്കാൻ തീരുമാനിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? ഇതാണ് നമ്മൾ കാലത്തെ കുറ്റം പറയുന്നു, പക്ഷേ കുറ്റം നമുക്കാണ്. ഒമാലി സമാനിന ഐബുൻ സിവാന, ഈ കാലത്തിൻ്റെ എന്തെങ്കിലും ഒരു ഐബുണ്ടെങ്കിൽ നമ്മളാണ് കാലത്തുണ്ടായത് എന്നുള്ളതാണ് അതിൻ്റെ കുഴപ്പം. എന്നാ ദൈവം വീണ്ടും ഇങ്ങനെ കുറേ പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട്, കാലത്തിനെങ്ങാനും നാവുണ്ടെങ്കിൽ നമ്മൾ കാലത്തെ കുറ്റം പറയണതുമാതിരി കാലം നമ്മളെ കുറ്റം പറയായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്, അല്ലേ? ചുരുക്കത്തിൽ നമ്മുടെ
ജീവിതം എന്ന് പറഞ്ഞാൽ അല്ലേ, ജീവിതം ആസ്വദിക്കാൻ കുറഞ്ഞ കാലാണെന്നുണ്ടെങ്കിലും അത് വലിയൊരു തന്നെ. ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ജീവിതം വേണ്ട അല്ലേ, ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് നമ്മൾക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരാളാണ് അല്ലേ ഇഹ്സാൻ ഇലാഹി ലഹീർ. കേട്ടിട്ടുണ്ടോ അല്ലേ? ഇഹ്സാൻ ഇലാഹി, ഡോക്ടർ ഇഹ്സാൻ ഇലാഹി ലഹീർ വളരെ കുറഞ്ഞ കാലം പാകിസ്ഥാനിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. നമ്മളൊക്കെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട് അല്ലേ. നമ്മൾ സക്കറിയ സ്വലാഹി പ്രസംഗിച്ചിരുന്നില്ല പണ്ട്, ഇപ്പോഴത്തെ അല്ല അല്ലേ, ഒരു 10-25 കൊല്ലം മുന്നേ സക്കറിയ സ്വലാഹി പ്രസംഗിച്ചിരുന്ന അതേ ശൈലിയിൽ തൗഹീദും ഷിർക്കിനെതിരെയും ഷിയായിസത്തിനെതിരെ പ്രവർത്തിച്ചിരുന്ന ഒരാൾ. അദ്ദേഹം 30-35 വയസ്സിൻ്റെ ഉള്ളിലേ ഉള്ളൂ. മരണപ്പെട്ടിട്ട് സൗദി അറേബ്യ അദ്ദേഹത്തിന് ഇങ്ങോട്ട് ഫ്ലൈറ്റ് അയച്ചു കൊടുത്തു. അദ്ദേഹത്തെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് മദീനത്താണ് കബറടക്കിയത്. അദ്ദേഹത്തെ ഒന്ന് ബഹുമാനിച്ചുകൊണ്ട്. 10-35 വയസ്സായിട്ടുള്ളൂ. എന്താ കാരണം? ജീവിതത്തിൽ ആ 35 വയസ്സ് അത് ചെറുതല്ല. ഗ്രന്ഥരചനകൾ കൊണ്ടും അതേപോലെ തന്നെ ലോകത്ത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഷിയായിസത്തിന് ശരിക്കും മൂക്കുകയറിട്ടത് അദ്ദേഹമായിരുന്നു. ചെറിയ പ്രവർത്തനമല്ല. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കാണേണ്ടത് തന്നെയാണ്. ഇന്ന് ആ ഒരു പ്രായത്തിൽ തന്നെ അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളാണ് ഇന്ന് ഡോക്ടറേറ്റിനും മറ്റുമൊക്കെ അവലംബ കൃതിയായിട്ടുള്ളത്. ഞാൻ സമയം കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത് പഴയ കാലഘട്ടത്തിൽ നമ്മൾ ഇമാം ഷാഫിൻ്റെയും അതേപോലെ തന്നെ ഇമാം നവവിൻ്റെയും അവരുടെ കാലവും അല്ല, ഈ കാലഘട്ടത്തിലും ഉണ്ടങ്ങനെയുള്ളവർ. ഈ കാലഘട്ടത്തിലും ഉണ്ടങ്ങനെയുള്ളവർ. നമുക്കെന്ത് ചെയ്യണം? നമ്മുടെ ജീവിതം എന്നത് അടയാളപ്പെടുത്താൻ കഴിയണം. ജീവിതം എന്നത് നമ്മുടെ കുടുംബത്തിന് ആസ്വാദികരമാകണം, നമുക്ക് ആസ്വാദികരമാകണം, നമ്മുടെ മക്കൾക്ക് നമ്മുടെ ജീവിതം ആസ്വാദികരമാകണം. നമ്മുടെ ജീവിതം കൊണ്ട് ലോകത്തിന് ആസ്വാദനമുണ്ടാകണം, അല്ലെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടാകണം, നന്മ ഉണ്ടാകണം എന്നർത്ഥം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, തിന്മകൾ മനസ്സിനെ അലോസരപ്പെടുത്താത്ത ഒരവസ്ഥ തിന്മകളുടെ പരിണിത ഫലമായിട്ടുണ്ടാകുന്ന. ഒരു തിന്മ ചെയ്ത് വീണ്ടും തിന്മകൾ ചെയ്ത് അവസാനം തിന്മകൾ എന്നത് നമുക്കുണ്ടല്ലോ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഒരു കുറ്റബോധം, ഒരു അലോസരപ്പെടുത്തൽ, എന്തിനാണ് ചെയ്യത്. എത്ര തന്നെ നമ്മൾ ദേഷ്യത്തിൽ ചെയ്തതാണെങ്കിലും മറ്റുമൊക്കെ നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ കുറ്റപ്പെടുത്തുമല്ലോ അല്ലേ. അങ്ങനത്തെ ഒരു കുറ്റബോധമില്ലാത്ത അവസ്ഥ ആർക്ക് വരുന്ന? കൂടുതലായിട്ട് തിന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. അങ്ങനെ ഉരുണ്ട് പൊട്ടി നിൽക്കുന്ന ഒരു കല്ല്, ആ കല്ലിൻ്റെ ചോട്ട് പോയി ഇരിക്കാൻ എത്ര ആൾക്ക് ധൈര്യം ഉണ്ടാവും? ഒരു മലഞ്ചെരിവിൽ ഇങ്ങനെ ഇപ്പോൾ ഉരുണ്ട് വീഴും, എത്രയോ കാലമായിട്ട് അവിടെ നിൽക്കണുണ്ട്, എന്നാലും നമുക്ക് പേടിയാണ്, അതിൻ്റെ ചോട്ട് പോയി ഇരിക്കണ്ടെന്നാ പറയുക അല്ലേ. ഇപ്പോൾ പൊട്ടി വീഴും എന്ന നിലക്ക് നിൽക്കുന്ന ഒരു കല്ലിൻ്റെ ചുവട്ട് പോയി ഇരിക്കുന്ന അതേപോലെയായിരിക്കും യഥാർത്ഥ വിശ്വാസി പാപങ്ങളെ കാണുന്നത്. ഇതുകൊണ്ട് ഇപ്പം ഞാൻ നശിക്കും. ജീവിതത്തിൽ ഒരു തെറ്റ് വരുന്നത്, അവൻ്റെ ജീവിതത്തിൽ വന്ന ഒരു തെറ്റോ വരാനുള്ള ഒരു തെറ്റിനെ പറ്റിയോ ആലോചിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇതിപ്പം എന്നെ നശിപ്പിക്കും എന്ന നിലക്കായിരിക്കും. എന്നാൽ മുഅ്മിനല്ലാത്തവൻ, ഈമാൻ ശരിക്കില്ലാത്തവൻ, തമ്മാടിത്തം ചെയ്യുന്നവൻ, ഇന്നൽ ഫാജിർ, ഫാജിർ എന്ന തമ്മാടി എന്നാണ്, തമ്മാടിത്തം ചെയ്യുന്ന ആളുകൾ യറാ ദുനൂബഹു കദുബാബിൻ മറ അല അംഫിഹി, മൂക്കിൻ്റെ മുന്നിൽ കൂടി പാറുന്ന ഒരു ഈച്ചയുടെ വലയെ അവൻ പാപങ്ങൾക്ക് കാണുള്ളൂ. അപ്പോൾ ഒട്ടെന്ന് വിചാരിക്കും എന്നല്ലാതെ അതിൻ്റെ കാര്യത്തിൽ ആരെങ്കിലും ശ്രദ്ധിക്കുമോ എന്ന്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഹൃദയത്തിന് സീൽ വീഴുന്ന തിന്മകൾ എങ്ങനെയാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്? ഹൃദയത്തിന് സീൽ വീണ് പോകുന്ന ഒരു കാര്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഅറദുൽ ഫിതൻ അലൽ ഖുലൂബി കൽ ഹസീരി ഊദൻ ഊദ. ഫിത്തനകൾ മനുഷ്യൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഏതുപോലെ? ഒരു നെയ്തെടുത്ത പായയുടെ അതിൻ്റെ ഓരോ പൊളികളുമുണ്ടല്ലോ, അതേപോലെ ഒന്നിന് ശേഷം മറ്റൊന്ന് എന്ന നിലയ്ക്ക് അടുപ്പിച്ചടുപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ തിന്മകളുടെ
പ്രശ്നങ്ങളുടെ ഭാഗമുണ്ടായിക്കൊണ്ടിരിക്കും. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅയ്യു ഖൽബിൻ ഉശ്രിബഹ നുക്തത ഫീഹി നുക്തത്തുൻ സൗദാ, ഏതെങ്കിലും ഒരു ഹൃദയത്തിലേക്ക് അത് കയറിയിട്ടുണ്ട് എങ്കിൽ അവിടെ പുള്ളി വീഴും, കറുത്ത പുള്ളി, അവിടെ കറുത്ത പുള്ളി വീഴും. ഫയസീറു അസ്വദ്, എന്നിട്ടതിങ്ങനെ കറുത്തു പോകും. മിർബാദൻ കൽ കൂസി മുജഖിയാന, ഒരു കൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമൊഴിക്കുന്നൊരു പാത്രം, ആ പാത്രം അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് കേട് വന്നിട്ടുണ്ട് അല്ലേ, കേട് വന്ന്. അതാണെങ്കിലോ മറിഞ്ഞു കിടക്കുവാണ്, അതാണെങ്കിൽ മറിഞ്ഞു കിടക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് മറിഞ്ഞെടുക്കുന്ന, ഇനിയിപ്പോൾ അതിലേക്ക് വല്ലതും പാർന്നാൽ തന്നെ എന്ത് ചെയ്യും, കൊണ്ട് പുറത്തേക്ക് തന്നെ വരും. അതിലേക്ക് നമ്മൾ വല്ലതും ഒഴിച്ചാൽ എന്ത് ചെയ്യും, കൊണ്ട് പുറത്തേക്ക് തന്നെ വരും. ഈ അവസ്ഥയായിരിക്കും ഹൃദയത്തിനുണ്ടാവുക. എന്ന് പറഞ്ഞാൽ എത്ര നന്മ അതിലേക്ക് കയറ്റാൻ ശ്രമിച്ചാലും ഉള്ളിലേക്ക് കയറൂല, ഇങ്ങോട്ട് തന്നെ വരും, കാരണം മറിഞ്ഞെടുക്കുകയാണ്. ഈ അവസ്ഥ മനുഷ്യൻ്റെ മനസ്സിനുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനുശേഷം നബി വിശുദ്ധ ഖുർആനിലെ ആയത്തോതി, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ അറാൻ അല്ലേ, ഖുർആനിൽ പറഞ്ഞതല്ലേ, അത് പറയുന്നത് ഈ വരുന്ന അല്ലേ, ഈ വരുന്ന സീലാണെന്നാണ്. ഉള്ളിക്കൊന്നും കയറാൻ കഴിയാത്ത രൂപത്തിൽ മറിഞ്ഞു കിടക്കുന്ന പാത്രത്തിലേക്ക് വെള്ളമൊഴിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥയുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല, അങ്ങനെയാകുമ്പോൾ മനുഷ്യന് ഹയാ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നഷ്ടപ്പെടുന്ന, അത് തിന്മയുടെ ഏറ്റവും വലിയ ദോഷഫലങ്ങളിൽപ്പെട്ട ഒന്നാണെന്ത്, മനുഷ്യൻ്റെ ഹയാ നഷ്ടപ്പെടുക അല്ലേ. ഇപ്പോഴത്തെ തലമുറയുടെ കാര്യം എടുത്തു നോക്കിയാൽ മതി നിങ്ങൾ. മുമ്പത്തെ അവസ്ഥയും ആണിൻ്റെതായാലും പെണ്ണിൻ്റെതായാലും അവസ്ഥ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ മതി. എന്ത് ഹയാ എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ആർക്കെങ്കിലും ഉണ്ടോ അല്ലേ? ഇന്നൽ ഹയാ മിനൽ ഈമാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. ഈമാൻ ഉള്ളവർക്ക് ഉണ്ടാകേണ്ടതാണ് എന്ത്, ലജ്ജ എന്ന് പറയുന്നത്. അത് നമ്മുടെ സമുദായത്തിൽ നിന്നൊക്കെ പറ്റ എടുത്തുപോയി. ആ ലജ്ജ ഇല്ലാതാവും. ലജ്ജ ഇല്ലാതായാലോ, ലജ്ജ ഇല്ലാതായാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇന്ന മിമ്മ അദ്റക്കന്നാസു മിൻ കലാമിൻ നുബുവ, മുമ്പ് മുതലേ പ്രവാചകന്മാരുടെ വാക്കുകളായിട്ട് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് മുഹമ്മദ് നബിക്ക് മാത്രമല്ല, മുമ്പ് മുതലേ പ്രവാചകന്മാരുടെ വാക്കുകളിൽപ്പെട്ട ഒന്നാണ്, ഇദാലം തസ്തഹി ഫസ്നഅ മാ ശിഅത, ലജ്ജ ഇല്ലേ അനക്ക് എന്തെങ്കിലും ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യുക, ലജ്ജ ഇല്ലാത്തവനക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നും ഉണ്ടാവില്ല. ഇവിടേക്കാണ് മനുഷ്യൻ പോകുന്നത്, ഈ അവസ്ഥയിലേക്കാണ് വരിക അല്ലേ. പിന്നെ അതിൻ്റെ ദോഷഫലങ്ങൾ ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാടുണ്ട്. ഉപജീവനം തടയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നു. ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ പറയുകയാണെങ്കിൽ കുറേ നീട്ടി പറയാനുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ അതിനു വേണ്ടി നോക്കിയപ്പോൾ ഞാൻ ഇപ്പോൾ 5-8 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. 27-28 കാര്യങ്ങൾ തിന്മയുടെ പരിണിത ഫലങ്ങളായിട്ട് ഖുർആനിലും ഹദീസിലും മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ചരിത്ര രചനകളിലും വന്ന കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ മാത്രമായിട്ടൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്, തിന്മയുടെ പരിണിത ഫലങ്ങളെ സംബന്ധിച്ച് പറയുന്ന. ചുരുക്കത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ പാപങ്ങളോടുള്ള സമീപനം, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് അതാണ്. ആ സമീപനം തന്നെ നമ്മൾ മാറ്റുക. പാപങ്ങൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പിന്നെ അധ്വാനിക്കുക, ശ്രദ്ധിക്കുക, തൗബ ചെയ്യുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്താണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചത്, അല്ലിംനി ദുആഅൻ, എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരണം എന്നാണ് അല്ലേ. എനിക്കൊരു ദുആ പഠിപ്പിച്ചു. നേരത്തെ നമ്മൾ പഠിച്ചൊരു ദുആ അല്ലേ, ആ ദുആയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ അടുക്കൽ വന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു പഠിച്ച ഒരു ദുആയാണ്. അതേപോലെ തന്നെ ഒരു ദുആ അബൂബക്കർ റളിയല്ലാഹു അൻഹു എനിക്ക് ഒരു ദുആ പഠിപ്പിച്ചു തരണം. ആ ദുആ എന്തിനുള്ളതാണത്? എനിക്ക് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തൊരു ദുആ ഉണ്ട്, നമ്മളൊക്കെ പഠിച്ചതായിരിക്കും. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത് ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക്
വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അർത്ഥം നമുക്കെല്ലാ അധികം ആളുകൾക്കും അറിയുന്നത് തന്നെയാണ്. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമാക്കുക. ഈ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയും, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് എന്നതുകൊണ്ടാണ് നമുക്ക് പുതുതായിട്ട് പ്രാർത്ഥിക്കാൻ മറ്റൊരു പ്രാർത്ഥന തിരഞ്ഞെടുത്തത്, അല്ലേ? ഇത് നമുക്കറിയുന്നതാണ്, അതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ. നമ്മളെപ്പോഴും പറയേണ്ടത് അങ്ങനെയാണ്. നമ്മളറിയാതെ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഒരുപാട് തെറ്റുകൾ ചെയ്തു റബ്ബേ, വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത്, അല്ലേ? നമ്മൾ വേണ്ടത് ഈ ആയത്തിൽ നിന്ന്, ഈ ഹദീസിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയിൽ നിന്ന് നബി നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു പാഠമുണ്ട്. അതെന്താ? നമ്മുടെ പാപങ്ങളെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. അതല്ലേ പറയണത്, ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ എന്നാണ്. ഞാൻ എന്നോട് തന്നെ ഒരുപാട് പാപം ചെയ്തു പോയി. അവനവൻ ചെയ്ത പാപത്തിന് ന്യായീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ന്യായീകരിക്കുന്നവനക്ക് ഒരിക്കലും തൗബ ചെയ്യാൻ കഴിയൂല. ന്യായീകരിക്കുന്നവന് തൗബ ഉണ്ടാവില്ല, ഇസ്തിഗ്ഫാർ ഉണ്ടാവില്ല. അതുകൊണ്ട് അവനവൻ്റെ കുറ്റങ്ങളെ, പാപങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവസാനിപ്പിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി എന്തെങ്കിലും നമുക്ക് ചോദിക്കാണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളെ. അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളോടുള്ള സമീപനമാണ് ആദ്യം കടുപ്പിക്കേണ്ടത്. കടുപ്പിക്കണം. പാപങ്ങളോടുള്ള സമീപനം നമ്മുടേത് കടുത്തതാകാം. ഒരിക്കലും അത് നേർത്തു പോകുന്ന കാലം എങ്ങനെയായാലും നമ്മൾ മുഅ്മിനാണ്. മുഅ്മിനിന് എന്നും പാപങ്ങളോട് ഒരേ നിലപാടാണ്. അതിലൊരിക്കലും നേർത്തു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ശക്തമായി തന്നെ പാപങ്ങളെ വെറുക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപ സുരക്ഷിതരായിക്കൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുന്ന, പാപങ്ങളില്ലാത്ത രൂപത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.